ഐ ആം ഇർഷാദ്, ഫൗണ്ടർ ഓഫ് എൻഡ് വണ്ടൂർ. എൻഡ് വണ്ടൂർ എന്ന് പറഞ്ഞാൽ ക്ലോത്തിങ് റീറ്റെയിൽ ഷോപ്പാണ്. മലപ്പുറം ജില്ലയിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടഡ് ഷോപ്പാണ് എൻഡ് വണ്ടൂർ. എൻഡ് വണ്ടൂർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫാമിലി ബിസിനസ്സാണ്. നമ്മൾ ഒരു 5 ബ്രദേഴ്സ് ഉണ്ട്. എനിക്കൊരു 2 എൽഡർ ബ്രദറും 2 യങ്ങർ ബ്രദേഴ്സുമാണ്. അതിൽ എൽഡർ ബ്രദറാണ് ഫുൾ മീഡിയ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, നമ്മുടെ വെബ്സൈറ്റ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് എൻ്റെ എൽഡർ ബ്രദറാണ്. യങ്ങർ ബ്രദർ ചെയ്യുന്നത് പ്രൊഡക്ട്സിൻ്റെ ഫുൾ പർച്ചേസും. സോ ഞങ്ങൾ ഒരു 2 years ആയിട്ട് നമ്മൾ ചൈന, ബാങ്കോക്ക്, വിയറ്റ്നാമിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. ഓരോ സ്റ്റോറിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാൻസ്, സ്ട്രീറ്റ് വെയർ, കൊറിയൻ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ സോഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ന്യൂ ജനറേഷന് കൊറിയൻ സ്റ്റൈലാണ് വേണ്ടത്, ഇമ്പോർട്ടഡ് ഗോൾസ് ആണ് വേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഒരു 2 years ബാക്ക് നമ്മളൊരു ന്യൂ സെറ്റപ്പായിട്ട് ദ എൻഡ് വണ്ടൂർ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തത്. ദ എൻഡ് വണ്ടൂരിൻ്റെ ഹോൾസെയിൽ ഡിവിഷനാണ് BYB ഗ്ലോബൽ എന്ന് പറയുന്നത്. BYBൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രം ഫാബ്രിക് സോഴ്സിങ് ടു ടിൽ വി ഗിവ് ദ പ്രൊഡക്റ്റ്, എൻഡ് പ്രൊഡക്റ്റ്. സോ നമ്മുടെ ടീഷർട്ട്സിൻ്റെ മാനുഫാക്ചറിങ് വരുന്ന തിരുപ്പൂരാണ് വരുന്നത്. അത് നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റാണ് വരുന്നത് ടീഷർട്ട്സിൻ്റെ. ഞങ്ങളുടെ മെയിൻ ചലഞ്ചസ് മുമ്പ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തപ്പോൾ നമ്മൾ അത് ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഡെയിലി ഡെയിലി റിപ്പോർട്ട്സ് അറിയണമെങ്കിൽ നമ്മുടെ അവിടെ ഇൻ പേഴ്സൺ ആയിട്ട് പോയിട്ട് നമ്മൾക്ക് റിപ്പോർട്ട്സ് കാര്യങ്ങൾ എടുക്കണം. ബട്ട് എൻ്റെ ബ്രദറും ഞങ്ങളും ഡിഫറെൻറ്റ് പ്ലേസസിലായതുകൊണ്ട് അത് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. 2018 സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ ഈ GPay അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബില്ലിങ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നൈറ്റ് ആകുമ്പോൾ ഇത് ടാലി ആക്കുമ്പോൾ പ്രോബ്ലമാണ്. മെയിൻലി നമ്മൾ ഫോക്കസ്ഡ് ചെയ്തിരുന്നത് നമുക്ക് അക്കൗണ്ട് ത്രൂ നമ്മളെ ഫൈനാൻസ് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റിയൊരു സോഫ്റ്റ്വെയർ ആയിരുന്നു. അങ്ങനെ എൻ്റെ എൽഡർ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ടാണ് സാക്കിയ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ സാക്കിയ സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്തു. അങ്ങനെയാണ് അറിയുന്നത് ഇത് സോഹോൻ്റെ ഡിവിഷനിൽ വരുന്നൊരു സോഫ്റ്റ്വെയർ ആണ് സാക്കിയ. അപ്പോൾ ഒന്നും കൂടി നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് ഇൻക്രീസായി. കാരണം സോഹോ ആണുള്ള വേൾഡ് MNC കമ്പനിയിൽ വരുന്നതാണ് സോഹോ. സോഫ്റ്റ്വെയർ ചൂസ് ചെയ്തപ്പോൾ നമുക്ക് 3 കൺസേൺ ആണ് ഉണ്ടായിരുന്നത്: ഡാറ്റ പ്രൈവസി, സസ്റ്റൈനബിലിറ്റി ഓഫ് സോഫ്റ്റ്വെയർ, പിന്നെ ടെക് സപ്പോർട്ട് ഫ്രം ദ ടീം. ഇതിൽ 3 നമ്മൾ അത്രയും റിസർച്ച് ചെയ്തിട്ട് നമ്മൾക്ക് കിട്ടിയതാണ് സാക്കിയ. 15 days ട്രയൽ പീരീഡ് കഴിഞ്ഞ് നമ്മൾ സാക്കിയ പർച്ചേസ് ചെയ്തിട്ട് ഒരു 1 hour or 2 hour നമുക്ക് ഡെമോ വീഡിയോ സെൻഡ് ചെയ്ത് തന്ന് നമ്മളോട് ജസ്റ്റ് ഒന്ന് ഈസി ആയിരുന്നു. നമുക്കൊരു ഒരു യൂട്യൂബിൽ നോക്കി ഒരു ലേൺ ചെയ്യണമായിരിക്കും. നമുക്ക് ആ വീഡിയോയിൽ നമുക്ക് ത്രൂ ഔട്ട് എങ്ങനെ SKU സെറ്റ് ചെയ്ത് നമുക്ക് ബാർകോഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പർച്ചേസ് ബില്ല് ആഡ് ചെയ്യുക. പർച്ചേസ് ബില്ല് ഇപ്പോൾ നമ്മൾ എങ്ങനെ പർച്ചേസ് ബില്ല് പെയ്ഡ് UPI കാർഡ് അല്ലെങ്കിൽ ക്യാഷ്, ഇതൊക്കെ നമുക്ക് ഈസി കൺവേയിങ് ആയിരുന്നു. പിന്നെ നമ്മൾ മെയിനായിട്ട് സാക്കി എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലൗഡ് ബേസ്ഡ് ആണ്. ഞാൻ പറഞ്ഞത് നമ്മൾ ഫാമിലി ബിസിനസ് ആകുമ്പോൾ നമ്മൾ 3 ആൾക്കാർക്ക് ഫുൾ റിപ്പോർട്ട്സ് മന്ത്ലി ആണെങ്കിലും വീക്ക്ലി ആണെങ്കിലും ഡെയിലി ആണെങ്കിലും നമുക്ക് റിപ്പോർട്ട്സ് എടുക്കണമല്ലോ. അപ്പോൾ റിപ്പോർട്ട്സ് എടുക്കുമ്പോൾ നമുക്ക് സാക്കി ഒന്നുകൂടി യൂസ്ഫുൾ ആയിരുന്നു. സോഹോ ബുക്കും സാക്കിയിലെ ഇൻ്റഗ്രേഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ സോഹോ ബുക്ക് എന്താണ് നമുക്ക് ബെനിഫിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ടോട്ടൽ സാക്കിൻ്റെ ഒരു വേറെ വേരിയൻ്റാണ് സോഹോ ബുക്കിൽ നമുക്ക് പേഴ്സണിന് കൊടുത്ത എമൗണ്ട്, മിസ്ലീനിയസ് എക്സ്പെൻസ്, നമ്മൾ മന്ത്ലി കൊടുക്കുന്ന ഡൊണേഷൻസ്, നമ്മൾ EMI ഷോപ്പിന് എന്തെങ്കിലും EMI കൊടുക്കേണ്ട ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് ആഡ് ചെയ്യാം. സാക്കിയ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ എക്സ്പെൻസ് സെപ്പറേറ്റ്ലി ആഡ് ചെയ്യാൻ പറ്റില്ല. സോഹോ ബുക്കിൽ നമുക്ക് സെപ്പറേറ്റ്ലി ആഡ് ചെയ്ത് നമ്മൾ എമൗണ്ട് എങ്ങനെ കൊടുത്ത്, എമൗണ്ട് എങ്ങനെ നമുക്ക് വന്ന് എല്ലാം ടോട്ടലി നമുക്ക് ഇതിൽ മെൻഷൻ ചെയ്യാം. ഇൻ കേസ് നമുക്ക് സാക്കിയയിൽ ബിൽ ടു ബില്ല് എമൗണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഒരു 1 lakh ഉണ്ടെങ്കിൽ നമുക്ക് 1 lakhൽ ഒരു 30,000 നമ്മൾ പേ ചെയ്തുള്ളൂ എന്നുണ്ടെങ്കിൽ സോഹോ ബുക്കിൽ നമുക്ക് ആ 30,000 നമുക്ക് അതിൽ ക്ലോസ് ചെയ്യാം. സോഹോ ബുക്കിൽ നമുക്ക് ബിൽ ടു ബില്ല് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ടോട്ടലി നമുക്കൊരു ഇൻവെൻട്രി അതിൽ നമുക്ക് കിട്ടും സോഹോ ബുക്കിൽ. ഇപ്പോൾ നല്ല യൂസ്ഫുള്ളാണ്, ടൈം സുഖമാണ്. പിന്നെ അതിൻ്റെ പുറത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെൽഫായിട്ട് എല്ലാം ആഡ് ചെയ്യാം. നമ്മൾ മുകളിൽ 3 റൂം എടുത്തപ്പോൾ നമ്മൾ ന്യൂ സാക്കിയ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഓൾഡ് സാക്കിയ നമ്മൾ പുതിയ സാക്കിയയിലോട്ട് തന്നെ പുതിയ സിസ്റ്റം ഓവറോൾ. അപ്പോൾ നമ്മൾക്ക് ഈ പ്രൊഡക്റ്റ് ആഡിങ്, ഏതൊക്കെ പ്രൊഡക്റ്റ് സൈസ് ആഡ് ചെയ്യാൻ, ഇതിനെല്ലാം സാക്കിയൻ്റെ ടീം നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പർച്ചേസിന് പോകുമ്പോൾ നമ്മൾക്ക് നമ്മൾ സ്റ്റാഫിനെ വിളിക്കേണ്ട, നമ്മളെ സ്റ്റോർ ഇൻചാർജിനെ വിളിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മൾ സാക്കിയൻ്റെ ഡാഷ്ബോർഡിൽ നോക്കിയാൽ ഇപ്പോൾ വീക്ക്ലി ആണെങ്കിൽ പർച്ചേസിന് ആ വീക്ക്ലി ഏതാണ് ബെസ്റ്റ് സെല്ലിങ് നോക്കുക, ആ വീക്ക്ലി ഏതാണോ പാൻസ് ഏതാണോ ഏത് കളറാണ് അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ABC എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബീൻ്റെ ബ്രാൻഡാവും
കൂടുതൽ സെല്ല് ചെയ്തേക്കുക ആ മന്തിൽ. അപ്പോൾ നമ്മൾക്ക് ആ ബ്രാൻഡിൽ നിന്ന് നെക്സ്റ്റ് ഓർഡർ കൂടുതൽ ചെയ്യാം. സീൻ്റെ ബ്രാൻഡും കളേഴ്സും കുറച്ച് ലെസ് ആവും. അപ്പോൾ നമ്മൾക്ക് ഓർഡർ കൊടുക്കുമ്പോൾ ആ സീൻ്റെ ബ്രാൻഡ് കുറച്ച് അതിനനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഒരു 2 days മുമ്പ് തന്നെ എനിക്ക് ഡാഷ്ബോർഡ് എടുത്ത് പ്ലാൻ ചെയ്യാം. ബീൻ്റെ ബ്രാൻഡ് എനിക്ക് ഒന്ന് കൂടുതൽ പർച്ചേസ് ചെയ്യണം, കാരണം സി അത്ര പെർഫോമൻസ് അത്ര ആൾക്കാർ എടുക്കുന്നില്ല എന്നില്ല. ഈ ഒരു ഇത് എനിക്ക് തന്നെ പ്ലാൻ ചെയ്യാം. എനിക്ക് ഇവരോട് വിളിച്ചിട്ട് സ്റ്റാഫിനെ വിളിച്ചിട്ട് ചോദിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഏത് ബ്രാൻഡ് പോയി എന്താണ്, നമുക്ക് എനി ടൈം നമുക്ക് ഫോണിൽ എടുത്തിട്ട് നോക്കാം, ഡാഷ്ബോർഡിൽ എടുത്ത് നോക്കാം ഏതാണ് ബെസ്റ്റ് സെല്ലിങ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ. സാക്കിൻ്റെ മെയിൻ ഫീച്ചർ പറഞ്ഞാൽ അത് യൂസർ ഫ്രണ്ട്ലി ആണ്. ഇപ്പം എൻ്റെ ഫാദർ ഉണ്ട്, 50+ ആണ്. അപ്പോൾ എൻ്റെ ഫാദറിന് ഞാൻ സാക്കിയ കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ഫാദർ സെയിം ഡേ തന്നെ എങ്ങനെ യൂസ് ചെയ്യണം, പിന്നെ നെക്സ്റ്റ് ഡേ വിത്തിൻ 1 week തന്നെ എൻ്റെ ഫാദർ ഞങ്ങളോട് അഡ്വൈസും തരൽ തുടങ്ങി. എങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യണം, എത്രയാണ് ബിസിനസ്സിൽ സെയിൽസ് വരുന്നത്, പർച്ചേസിങ് എന്നിങ്ങനെ അതിനുള്ള അഡ്വൈസ് കാര്യങ്ങളൊക്കെ തരാറുണ്ട്. ഒരു നല്ല സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ പിന്നെ എന്ത് പർച്ചേസ് ചെയ്തിട്ടും ഫീൽഡ് ചെയ്ത് വെക്കാനൊരു ഓപ്ഷൻ ഇല്ലാണ്ട്, എന്ത് പർച്ചേസ് ചെയ്തിട്ടും റിപ്പോർട്ടില്ലാണ്ട് അവർക്ക് ഒരിക്കലും പറ്റില്ല. അപ്പോൾ നമ്മൾ ആര് വന്നാലും നമ്മൾ ഫസ്റ്റ് റെഫറൻസ് കൊടുക്കുക, ഗെറ്റ് ഇൻ ടച്ച് വിത്ത് സാക്കിയ ആൻഡ് ഡു ദ ബിസിനസ് എന്നാണ്. ആസ് എ ബ്രാൻഡ് പിന്നെ സ്റ്റോറും നമ്മൾ 100% സാക്കിയനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ബ്രദേഴ്സിന് എല്ലാവർക്കും സാക്കിയനോട്ടൊരു പേഴ്സണൽ കണക്റ്റഡ് ഉണ്ട്. വി ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് നത്തിങ്. സോ ഫ്രം ദെൻ നമ്മുടെ കൂടെ സാക്കിയ ഉണ്ടായിരുന്നു, സാക്കിൻ്റെ ടീം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്രോ ചെയ്തപ്പോൾ നമ്മുടെ കൂടെ സാക്കിയവും നമ്മുടെ കൂടെ എന്തിനും സപ്പോർട്ടിന് നമ്മുടെ കൂടെ. സോ നമുക്ക് സാക്കിയൻ്റെ കൂടെ ഒരു ഇമോഷണലി കണക്റ്റഡ് ആണ്.